എന്നോട് ഇങ്ങനെ ചോദിച്ചു, എന്നെ എന്ത് കണ്ടിട്ടാണ് കല്യാണം ആലോചിക്കുന്നത്, എല്ലാം എന്നെ പറ്റി അന്വേഷിച്ചറിഞ്ഞോ? ഞാൻ പറഞ്ഞു എന്റെ ഫ്രണ്ട്സ് ഉണ്ട് ഈ ഫീൽഡിൽ, ഞാൻ 4 പേരെ 4 വശത്തോടെ ഞാൻ വിട്ട് അന്വേഷിച്ചറിഞ്ഞു, എന്നിട്ടാണ് ഞാൻ വീട്ടിലിങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ഞാൻ കണ്ണടച്ചൊന്നും ഞാൻ ചെയ്യില്ല. കാരണം വളരെ ഓർത്തഡോക്സ് ആയിട്ടുള്ള ഒരു ഫാമിലിയില് ഇപ്പൊ സീരിയൽ ഫിലിം ഫീൽഡ് എന്നൊക്കെ കേൾക്കുമ്പോ ചിലപ്പോ ഒരു ഇത് തോന്നുമായിരിക്കാം. പക്ഷെ വളരെ സപ്പോർട്ടീവാണ്. പണ്ട് മുതലേ അങ്ങനെ ആ ഒരു ഇതിൽ വന്നത് കൊണ്ടായിരിക്കും, അതുമായിട്ട് ഒരു ബന്ധം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, അന്വേഷിച്ചോ കാര്യങ്ങൾ, ഞാൻ ഫീൽഡ് ആണെന്നുള്ളത് അറിയാലോ എന്നുള്ളതെല്ലാം ഞാൻ പറഞ്ഞു. അപ്പൊ ഞാൻ 4 വശത്തോടെ എങ്ങനെയൊക്കെ എല്ലാം അന്വേഷിച്ചറിഞ്ഞിട്ട് തന്നെയാണെന്ന് പറഞ്ഞു. പക്ഷെ അന്വേഷിച്ചറിഞ്ഞ കൂട്ടത്തിൽ ഒരു കാര്യം മാത്രമേ ഉള്ളൂ തെറ്റിപ്പോയത്, പേര് ഞാൻ ആർക്കും അറിയത്തില്ല. എല്ലാം അറിഞ്ഞു, അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞ ഇന്ന കാര്യങ്ങൾ അന്വേഷിച്ചു, ഇന്ന കാര്യങ്ങൾ അറിഞ്ഞു, ഇതാണെന്നൊക്കെ അറിഞ്ഞിട്ട് ഇന്ന് ഒരു കാര്യം അറിഞ്ഞോന്ന് ചോദിച്ചു, എന്താ എന്റെ പേരെന്താ? അശ്വതി. അല്ല, അതുമല്ല. പിന്നെ ഒന്നൊരാൾ പറഞ്ഞ പ്രിസില്ല എന്നാണ്. അത് പറയാൻ ഞാൻ എന്ത് പാടുപെട്ടു, പ്രീ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക, പ്രിസില്ല. ഓക്കെ, അങ്ങനെ ആ പ്രിസില്ല എന്നുള്ള പേര്. അപ്പൊ അശ്വതി എന്നുള്ള പേര് മാത്രം എല്ലാവർക്കും അറിയുന്നതുകൊണ്ട് നാട്ടിലും എല്ലാവരും വിചാരിച്ചു ഹിന്ദു ആണെന്നുള്ളത് വിചാരിച്ചു. എല്ലാവരും വിചാരിച്ചു അശ്വതി എന്നുള്ളത്. പിന്നീടാണ് നമ്മൾ അത് ക്ലിയർ ചെയ്ത് വന്നിട്ട് കല്യാണം കഴിഞ്ഞു. ഇപ്പൊ സ്വസ്ഥമായി 2 വർഷമായി കല്യാണം കഴിഞ്ഞ്. അല്ല, ഈ നേരത്തെ പറഞ്ഞു കുറേ ആൾക്കാരെ വിട്ട് അന്വേഷിച്ചു എന്നൊക്കെ പറഞ്ഞില്ലേ, അത് ഈ ഇൻഡസ്ട്രി ആണെങ്കിൽ മാത്രമാണോ നമ്മൾ അങ്ങനെ ചെയ്യുന്നത്? അതല്ലാത്തൊരു ഫീൽഡ് ആണെങ്കിലും നമ്മൾ അന്വേഷിക്കും? അതന്വേഷിക്കുമല്ലോ, അതിപ്പോ നമ്മുടെ കുടുംബക്കാരായിരിക്കുമല്ലോ അന്വേഷിക്കാൻ മൊത്തം. ഇപ്പൊ ഇതിനു മുമ്പ് എനിക്ക് കല്യാണാലോചന വന്നപ്പോഴും അന്വേഷിച്ചിരുന്നു. അപ്പൊ ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, ഇതിങ്ങനെ വിടാതെ നിങ്ങള് ഓർക്കുട്ടിൽ കൂടെ ഇങ്ങനെ മെസ്സേജ് ചെയ്തുകൊണ്ടിരുന്നു, ഇങ്ങനെ വേറെ ഏതെങ്കിലും പെൺകുട്ടികളുണ്ടായിരുന്നോ? പറ. ഞാൻ ഫുൾ ടൈം ഓൺലൈനിലുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ആരോടും ചാറ്റ് ചെയ്യാറില്ല. ഈ കുട്ടിയെ മാത്രം നോട്ടം ഇടാൻ എന്താ കാര്യം? അതെനിക്ക് തോന്നുന്നു ആ കല്യാണം ആലോചിച്ച സമയത്ത് പറ്റില്ല എന്ന് പറഞ്ഞു വിട്ടതിന്റെ വാശിയായിരിക്കും. അത് തന്നെയാണ്. അങ്ങനെയാണല്ലോ. എന്നാൽ എന്തുകൊണ്ട് ഈ കുട്ടി അങ്ങനെ? എനിക്ക് എന്താ ഒരു കുഴപ്പം? എന്നെ എന്തുകൊണ്ട് വേണ്ട അല്ലേ? എനിക്ക് എന്താ ഒരു അല്ലേ അങ്ങനെ ഒരു വാശി ഉണ്ടായിരുന്നു? അങ്ങനെ അതൊന്നും ഞാൻ ഇത്രയും ഗ്ലാമറായി എനിക്ക് എന്നെ എന്തുകൊണ്ട് ഇഷ്ടപ്പെടുന്നില്ല? എന്തൊരു ആത്മവിശ്വാസം! ഇത്രയും അത് ശരി. എത്രയും സുന്ദരനാണോ? അത് ഞാൻ അറിഞ്ഞില്ല. പക്ഷെ ഒരു കാര്യം കേൾക്കുമ്പോ ഒരു സന്തോഷമുണ്ട്. കാര്യം പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഒരു പ്രപ്പോസൽ വരിക എന്നൊക്കെ പറയുന്നതേ. പക്ഷെ ഇന്ന് വീട്ടിലിരിക്കുന്ന സ്ത്രീകൾ തന്നെ പറഞ്ഞു, ഈ കുട്ടി എന്റെ മോന്. ഇപ്പൊ പ്രവീണയുടെ അമ്മായിയമ്മ ഇതുപോലെ പ്രവീണയോടുള്ളൊരു ഇഷ്ടം കൊണ്ടാണ് മകന് വേണ്ടി പ്രപ്പോസ് ചെയ്തത്. അത്രയും ലെവലിലേക്ക് സിനിമയെ അല്ലെങ്കിൽ ഇതിനെ അക്സെപ്റ്റ് ചെയ്തു തുടങ്ങി അല്ലേ? അതൊരു നല്ലൊരു എന്താ പറയാ, നമുക്കൊരു സന്തോഷം തോന്നുന്നുണ്ട്. പണ്ടൊരു ഒതുക്കപ്പെട്ടൊരു വിഭാഗമായിരുന്നു അല്ലേ? ഇപ്പൊ അതൊക്കെ മാറി. സ്വദേശം എവിടെയാ? പാലക്കാടാണ്. ഞാൻ ജനിച്ചത് ആക്ച്വലി ദുബായിലാണ്. പാലക്കാട് തച്ചമ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കോഴിക്കോട് പോകുന്ന റൂട്ടില്. പാലക്കാടൻ ഭാഷയൊന്നുമില്ലല്ലോ? ഒന്നുമില്ല. അവിടെ ആയതുകൊണ്ടായിരിക്കും കൂടുതൽ. പാലക്കാട് ഭാഷ ഇടയ്ക്ക് വരും, ഇടയ്ക്ക് തിരുവനന്തപുരം സ്ലാങ് വരും. അതെന്തസുഖം! പക്ഷെ ആർക്കും പിടിയിട്ടില്ല ഞാൻ ഏത് നാടാണെന്നുള്ളത്. ഈ ഇടയ്ക്ക് ആരും സംസാരിച്ചു പറഞ്ഞു കറക്റ്റ് തെക്കൻ ഭാഷയാണ് പറയുന്നതെന്ന് പറഞ്ഞു. പാലക്കാടും പത്തനംതിട്ട. എങ്ങനെയാണ് നമ്മുടെ കുട്ടി വീട്ടില് കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ പറഞ്ഞോ? കുഴപ്പമില്ല. എന്നിട്ട് പിന്നെ പറഞ്ഞാൽ മതി ഇത് എഡിറ്റ് ചെയ്ത് കളയൂന്ന്. അപ്പൊ നമ്മൾ എഡിറ്റ് ചെയ്ത് കളഞ്ഞോളാം. പറഞ്ഞോളൂ. എന്താണ് എന്തോ പറയാൻ ഇങ്ങനെ മനസ്സ് വെമ്പുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ ചോറും കൂട്ടാനും വെക്കില്ല. എന്തോ ചോറും കൂട്ടാനും വെക്കില്ല? അതൊക്കെ വെക്കും. പിന്നെന്താ എന്തോ പ്രശ്നം? അല്ല, എല്ലാവർക്കും അച്ഛനോട് സ്ഥിരം എല്ലാരും ചോദിക്കുന്ന ഈ ഫീൽഡല്ലേ, കുക്കിംഗ് ഒക്കെ അറിയോ? എല്ലാരും ചോദിക്കും. വൃത്തിയിട്ട ചോദ്യാട്ടോ അല്ലേ? ഇതെന്തോ കുക്കിംഗ് അറിയാമെങ്കിൽ മാത്രമേ വിവാഹം ചോദിക്കുന്നവരെല്ലാരും വീട്ടിൽ വിളിക്കുക, നീ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക. ഇത് ഈ ഭർത്താവ് എന്ന് പറയുന്ന ആൾ ഇതിനു മുമ്പ് ഭക്ഷണം കഴിച്ചിട്ടില്ലേ? ഇനി ഒരു പെണ്ണ് വന്നിട്ട് വേണം ഇയാൾക്ക് കുക്ക് ചെയ്ത്. പക്ഷെ ഏറ്റവും രസം എന്താന്ന് വെച്ചാൽ അൽഫോൻസാമ്മ കണ്ടിട്ടാണ് അമ്മ ഇങ്ങനെ പ്രപ്പോസൽ വെച്ചത്.
കല്യാണം കഴിഞ്ഞ് പിറ്റേ ആഴ്ചയായിരുന്നു നെഗറ്റീവായിട്ടുള്ള മരുമോള്. അമ്മ പുറത്തിറങ്ങിയാൽ ചോദിക്കും, മരുമോൾ ഇങ്ങനെ തന്നെയാണോ വീട്ടില്? ഇതാണ് ചോദ്യം. ഇപ്പോഴും അമ്മയോട് ചോദിക്കുക, മരുമോൾ ഇങ്ങനെ തന്നെയാണോ വീട്ടില്? അമ്മ പറഞ്ഞു, അല്ല, പാവമാണ്. സീരിയൽ എന്തോന്ന് ഇങ്ങനെ കാണിക്കുന്നേ? അത്രയും തന്മയത്വത്തോടുകൂടെ അവതരിപ്പിക്കുന്നതിന്റെ ഉള്ളിൽ എവിടെയോ ഒന്ന് ഉണ്ടാവൂലേ? പോട്ടെ, അങ്ങനെ പോട്ടെ വിട്ടുകളയല്ലേ? അങ്ങനൊന്നുമില്ല. എന്നിട്ട് പറഞ്ഞില്ല നേരത്തെ, നമ്മളത് നമുക്ക് തിരിച്ചതിലേക്ക് തന്നെ വരാം. പറയൂ, വീട്ടിലെങ്ങനെയാണ്? വീട്ടില് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ പിടിവാശിയൊക്കെ ഉണ്ട്. പിടിവാശി എന്താ പറയാ, കണ്ടിട്ടൊരു പിടിവാശിയുള്ള കുട്ടിയെ ഉണ്ട്. അത് ഇതെന്ന് പറഞ്ഞ കിടന്ന് കരയും, അത് വേണം ഇത് വേണമെന്നും പറഞ്ഞുണ്ട്. പിന്നെ ഞാൻ അങ്ങനെ അല്ല, സ്വന്തമായിട്ട് ഏൺ ചെയ്യുന്ന ഒരാളല്ലേ, അപ്പൊ അങ്ങനെയൊക്കെ. എന്നാലും ഇങ്ങോട്ടേ വരും, വേണം വേണം, ഞാൻ മേടിച്ചു കൊടുക്കണം. അങ്ങനെ അതിന്റെ ഒരു സന്തോഷം വേറെയല്ലേ? എനിക്ക് തോന്നുന്നില്ല. എന്റെ കാഴ്ചപ്പാടില് ഡ്രസ് എടുക്കാൻ പോയാലും ഞാൻ ഓക്കെ പറയണം, നാളെ ഇടും. അല്ല, അതൊക്കെ ശരിക്കും അത് വേണം. ഇഷ്ടമുള്ള ഒരാള് സജഷൻ പറയുമ്പോ. അതെ അതെ. ഈ അഭിനയത്തെ ശരിക്കും എങ്ങനെയാണ്, വളരെ ഗൗരവമായിട്ടാണോ കാണുന്നത്, അത് ചുമ്മാ ഒരു രസത്തിന് വേണ്ടിയാണ്? തീർച്ചയായിട്ടും ഗൗരവമായിട്ട് തന്നെ കാണുന്നത്. കാരണം അതും ഒരു കലയാണ്, അഭിനയവും ഒരു കലയാണ്. ആക്ച്വൽ ഫസ്റ്റ് പ്രോജക്റ്റ് ഏതായിരുന്നു? കാണാക്കുയിൽ. അത് പക്ഷെ ഒരുപാട് മുന്നോട്ട് പോയില്ല. അന്നൊന്നും എനിക്കൊന്നും അറിയില്ല, അഭിനയം എന്താണെന്നുള്ളതൊന്നും അറിയത്തില്ല. പിന്നെ അൽഫോൻസാമയിൽ വന്ന ശേഷം. എങ്ങനെ അഭിനയിക്കാൻ വരാനുള്ള റീസൺ എന്തായിരുന്നു? ഞാൻ കുഞ്ഞിലെ ഡാൻസ് പഠിച്ചിട്ടുണ്ട്, ഡാൻസ് ചെയ്യുമായിരുന്നു. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് പപ്പ, മമ്മി, 2 സിസ്റ്റേഴ്സ്. ഇനി 2 സിസ്റ്റേഴ്സ് ഉണ്ട്. നിങ്ങൾ 3 പെൺകുട്ടികളാണ്. അവർക്കൊക്കെ ഈ ഫീൽഡ് ഇഷ്ടമാണ്? അവർക്ക് ഫീൽഡ് ഇഷ്ടമാണോ ചോദിച്ചാൽ ഇഷ്ടക്കേടൊന്നുമില്ല. അവരും പാട്ട് പാടുകയും ഡാൻസ് ചെയ്യുകയും ഒക്കെ ചെയ്യുകയൊക്കെ ചെയ്യും. പക്ഷെ അവരിങ്ങനെ മുന്നിട്ട് വന്നിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. ഞാൻ മാത്രമേ, ഞങ്ങൾ 3 പേരിൽ ഇങ്ങനെ വന്നുള്ളൂ. എൽഡേഴ്സ് ആണോ? യങ്ങേഴ്സ്? രണ്ടുപേരും. ഒരാള് ഇപ്പൊ അബുദാബിയിൽ വർക്ക് ചെയ്യുന്നു, ഒരാള് 10th പഠിക്കുന്നു. നന്നായിട്ട് പാടും എന്നല്ലേ പറഞ്ഞത്? അതെ. എന്ത്, ഹിന്ദിയാണോ മലയാളമാണോ തമിഴാണോ എന്തോ പാടുന്നത്? മലയാളവും തമിഴും പാടും. ആണോ? ഒരു പാട്ട് പാടാൻ പറയും. പഠിക്കും. പാടിക്കൂ. തമിഴ് പാടും. യമുനയാற்றிலே ஈரக்காற்றிலே கண்ணனோடு தானாட பார்வை பூத்திட பாதை பார்த்திட பாவை ராதையோ வாட இரவும் போனது பகலும் போனது மன்னன் இல்லையே கூட இதய கண்ணின் நிமைத்திடாத கண் இங்கும் அங்குமே தேட பாயிர் பாடியில் கண்ணன் இல்லையோ ஆசை வைப்பதே அன்பு தொல்லையோ பாயிர் பாடியில் கண்ணன் இல்லையோ ஆசை வைப்பதே அன்பு தொல்லையோ பாவம் ராதா யமுனையாற்றிலே ஈரக்காற்றிலே கண்ணனோடு தானாட பார்வை பூத்திட பாதை பார்த்திட பாவை ராதையோ വാട. നമുക്കേ ഇന്നത്തെ സമയം തീർന്നു. ബാക്കി നാളെ തുടരും.